ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനാണ് വ്ളോഗ് ചെയ്യണത്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ യോഗ മാസ്റ്റർ വന്നപ്പോഴാണ് ഞാൻ വേഗം എണീറ്റത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് CCTV ക്യാമറയിൽ കൂടെയുള്ള ഫുട്ടേജാണ്. അപ്പോൾ യോഗ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര റിലാക്സേഷനാണ്. എനിക്ക് സ്പെഷ്യലി ഫൈബ്രോമയാൾജി ഉള്ളതുകൊണ്ടിട്ട് മസിൽസിനെ റിലാക്സ്ഡ് ആക്കാനും ഒരു സ്ട്രെസ് ഫ്രീ ആക്കാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ മാക്സിമം ഡെയിലി യോഗ ചെയ്യാൻ നോക്കാറുണ്ട്. 1 hour യോഗയാണ് ഞാൻ ഡെയിലി മിക്കപ്പോഴും ചെയ്യാറ്. അപ്പോൾ യോഗ മാഷ് വീട്ടിൽ വന്ന് യോഗ എടുക്കും. അത് കഴിഞ്ഞിട്ട് നേരെ കുളിച്ച് ഫ്രഷായി ടാഗിങ്ങിലേക്ക് കിടന്നു. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഔട്ട്ഫിറ്റ്സ് ഉണ്ട് ടാഗ് ചെയ്യാൻ. ചൈനയിൽ നിന്നും ബാങ്കോക്കിൽ നിന്നൊക്കെ ഷിപ്പ് ചെയ്ത ഔട്ട്ഫിറ്റ്സ് വന്നിട്ടുണ്ട്. ശരിക്കും ഈ ടാഗിങ് സമയത്ത് ഡാമേജും ക്വാളിറ്റി ചെക്കും എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ടാഗ് ചെയ്യണത്. ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും കുറേ സമയം എടുക്കും ടാഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ എനിക്ക് ഇഷ്ടം പോലെ നല്ല എൻ്റെ ഇഷ്ടത്തിലുള്ള കുറേ ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ്സ്, ഡ്രസ്സസ്, ഷർട്ട്സ്, ജീൻസ്, കുറേ നല്ല നല്ല പേസ്റ്റൽ കളേഴ്സിലെ ഡ്രസ്സസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുതിയ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റൈലിഷ് അടിപൊളി ബാഗ്സ് ഉടനെ തന്നെ ഒരു ഹാപ്പി സ്റ്റോറിൽ വരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ലഞ്ച് ടൈം. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. ഇതാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഞാൻ കഴിക്കുന്നത്. പക്ഷെ എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും ഹെൽത്തി ഫുഡിൻ്റെ കൂടെ ഇതില്ല. അത് ചിക്കൻ കറി തീർന്നുപോയി. മുട്ട എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കത് അപ്പൊ ഇത് അതുകൊണ്ട് എല്ലാത്തിനും കൂടെ ഉപരി ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതെ, ഏതൊക്കെയോ സ്ഥലം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഞാൻ പോവാത്ത സ്ഥലങ്ങളാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പൊ നമുക്ക് അവിടെ പോയി ടെസ്റ്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് പിന്നെയും ടാഗിങ്ങിലേക്ക് കിടന്നു. ഏകദേശം ഒരു 300 to 400 ഔട്ട്ഫിറ്റ്സ് ഞങ്ങൾ ടാഗ് ചെയ്തിട്ടുണ്ട്. അത്രയും ടാസ്ക്കാണ് ടാഗിങ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് വേദു എത്തി സ്കൂളിൽ നിന്ന്. വേദുവിൻ്റെ ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ന് ബിരിയാണി ടൈമാണ്. അതുകൊണ്ട് എല്ലാ ഫ്രൈഡേസും അവന് ബിരിയാണി സ്പെഷ്യലാണ്. ബിരിയാണി കൊടുത്ത് ഇഷ്ടം പോലെ കഴിച്ചു. അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എൻ്റെ ജോലിയെല്ലാം കറക്റ്റ് ഓഫീസ് പോലെ 5 മണിക്കായപ്പോൾ കഴിഞ്ഞു. ഇനിയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാൻ പോകുന്നത്. ആഫ്റ്റർ ഓഫീസ് ടൈം അല്ലേ? മൈ ഡേ ഇൻ മൈ ലൈഫ്. അതെ, എന്തായാലും എനിക്കത് ആ പാർട്ടാണ് ഇഷ്ടം. കാരണം ഇനിയാണ് നല്ല ഫുഡും അതൊക്കെ വരാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്, പണ്ടേ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട്. പിന്നെ ഈവ വന്നല്ലോ ഈ അടുത്ത്. ഈവ വന്നപ്പോഴും പറഞ്ഞു ഭയങ്കര നല്ലതാ. നീ എറണാകുളത്തായിട്ട് ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഫസ്റ്റ് ടൈം പോണം. ഈ മോളി ഇരിക്കുന്ന ഔട്ട്ഫിറ്റ്സ് ഒക്കെയാണ് ഞാൻ എപ്പോഴും ഇടുന്നത്. അതെന്താ അങ്ങനെ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. പക്ഷെ ഇതിന്ന് എങ്ങനെ എടുക്കാനുള്ള മടിയാണ്. നല്ല നല്ല ഔട്ട്ഫിറ്റ്സ് ഇതിൻ്റെ അടിയിലൊക്കെ കാണും. പക്ഷെ എടുക്കാനുള്ള മടി കാരണം മോളി ഉള്ളത് തന്നെ ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് തന്നെ വാഷ് ചെയ്ത് പിന്നെയും മേളി വയ്ക്കും, പിന്നെയും അത് തന്നെ എടുത്തിടും. ഇതൊന്ന് ഒതുക്കിയിട്ട് വേണം. ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം ഇനി എനിക്ക് പുതിയ ഡ്രസ്സ് തപ്പിയെടുക്കാൻ. സോ ഫൈനലി അടിയിൽ നിന്ന് തപ്പി പിടിച്ചൊരു ഔട്ട്ഫിറ്റ് കിട്ടി. ഇത് ഇനിയിപ്പോൾ നനച്ച് മേളി വെക്കും. ഇനി ഇതായിരിക്കും കുറച്ചു കാലം എന്നെ ഈ ഡ്രസ്സിലായിരിക്കും എനിക്കാണ് എന്നുവെച്ചാൽ പിന്നെ ഞാൻ അടിയിൽ നിന്ന് തപ്പിയെടുക്കാൻ ഭയങ്കര പാടാണ്. സോ ഇനി കുറച്ചു കാലം ചിലപ്പോൾ അടുത്ത കുറച്ച് ദിവസം ഞാൻ ഈ ഡ്രസ്സ് തന്നെ ആയിരിക്കും ഇടുക. എന്തായി എത്തിച്ചാ? എന്തൊരു ഉള്ളിലെ സ്ഥലം. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നേ അറിഞ്ഞിട്ടില്ലായിരുന്നു. ലോകം മൊത്തം ചുറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം കേരളത്തിലുണ്ട്, കൊച്ചിയിലുണ്ടെന്ന് അല്ലേ? അറിഞ്ഞില്ല. അപ്പൊ എന്തായാലും ടുഡേ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ടിട്ട് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം ആയതുകൊണ്ടിട്ട് നമ്മൾ അകത്ത് പോയി എന്തൊക്കെ ഉണ്ട് കിട്ടും. അങ്ങനെ പറയാൻ പാടില്ല. എന്റെ ഡേ ഇൻ മൈ ലൈഫില് എന്തായാലും പറയും. നല്ലതാണെങ്കിലും പട്ടയാന്ന് പറയും. ഇത് ക്രോഫ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ എന്തൊക്കെയുണ്ട്? സലൂണ്, തുണിക്കട, പിന്നെ ഐസ്ക്രീം അല്ല ബേക്കറി, പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ വരെ കൺഫ്യൂഷനാ. കേറുമ്പോ തന്നെ ജെലാറ്റോ ഉണ്ട്, ദില്ലുവിന്റെ ഫേവറേറ്റ്. എനിക്ക് ഇപ്പൊ ജെലാറ്റോ വേണ്ട, പേസ്ട്രീസ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഹാൻഡ് മെയ്ഡ് സോപ്സ് ഇവിടെ ഇങ്ങനത്തെ കുറെ നൈസ് ബ്യൂട്ടിഫുൾ കുട്ടി
ബുട്ടീക് ഷോപ്സ് ഉണ്ട് അല്ലേ? ഒരു മറ്റേ നമ്മുടെ ബാങ്കോക്കിലൊക്കെ ഇങ്ങനെ ആർട്ടിസ്റ്റിക് വൈബുള്ള ഹിപ്സ്റ്റർ വൈബുള്ള സ്ഥലമില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ. അതെ. അപ്പൊ നമുക്ക് അകത്ത് കയറി വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കുഴിച്ചു നോക്കാം അല്ലേ? ഇതാണ് ബേക്കറി ഉണ്ട്, ഐസ്ക്രീം പാർലറും ഉണ്ട്. കണ്ടോ, നല്ല ആംബിയൻസ് ആണല്ലേ? നല്ല ആംബിയൻസ് ആണ്. ഡ്രിങ്ക്സ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല. നമുക്കിപ്പോ ഹോട്ട് ചോക്ലേറ്റിന് ഒരു 260, കോൾഡ് കോഫിക്ക് ഒരു 220 ഒക്കെ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, നോർമൽ, ചീപ്പും അല്ല എക്സ്പെൻസീവ് അല്ല. പക്ഷെ ആംബിയൻസ് വെച്ച് നോക്കും ഒരു ഹിഡൻ സ്പോട്ട് പോലെ തോന്നും. നമ്മുടെ ഫ്രണ്ട്സ് ബേക്കറി ഐറ്റംസ് ഭയങ്കര പോപ്പുലർ ആണ്. ഇത് ഞാൻ മറ്റേ ജെറനോയ ഉണ്ടല്ലോ, ഇതൊരു ഡച്ച് ലേഡി നടത്തുന്ന ഒരു ബേക്കറിയാണ്. ഐ തിങ്ക് സോ ഹസ്ബൻഡ് പാസ്ഡ് അങ്ങനെ എന്തോ കേട്ടായിരുന്നു. പിന്നെ അവര് പോവാതെ ഇവിടെ വെച്ച് നടത്തി ഇടയ്ക്ക് പൂട്ടാൻ പോകുന്നു, അങ്ങനെ എന്തൊക്കെ ഒരു കഥയുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും അവരായിട്ടൊരു ഇന്റർവ്യൂ ചെയ്യാം. അതെ. ഇത് എനിക്കിപ്പോ അകത്ത് കയറിയപ്പോ ഉണ്ടല്ലോ, ആക്ച്വലി നമ്മള് എബ്രോഡ് മറ്റേ പാരീസ് ബുട്ടീക്കിലൊക്കെ പോകുന്ന പോലെ, പാരീസ് ബുട്ടീക്ക് പറഞ്ഞ ചെയിൻ ഇല്ലേ, അതുപോലെ ഒരു സ്മെല് കിട്ടുന്നുണ്ട്. ഇത് കൊള്ളാല, ഹണി മസ്റ്റേർഡ്, സോ സ്വീറ്റും ഉള്ള ഒരു സോസേജ് റോൾ. ഇത് ചീസ് സോസേജ് റോൾ, പോർക്കും ഉണ്ട്, ബേക്കന്റെ സോസേജ് റോൾ. അതിന്റെ സൈസും ഒക്കെ ക്രോസോണ്ട്. യാ, സോ ബിഗ് നോ. ഇത് ഒരു ട്രഡീഷണൽ ഡച്ച്. വാട്ട് ഈസ് ദിസ് ചോക്ലേറ്റ് ക്രിങ്കിൾ? ബ്രൗണിയാണ്. ഇത് നമ്മൾ ആംസ്റ്റർഡാമിൽ കഴിച്ചിട്ടുണ്ട് ഈ സംഭവം. അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെ ട്രൈ ചെയ്യണം? ഫുൾ ബീഫ് ഉണ്ട്. ഓ, നല്ല സെലക്ഷൻ. താങ്ക് യു. പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ഇത് നോക്ക്, മാച്ച സ്ട്രോബെറി കപ്പ് കേക്ക്. ആപ്പിൾ പൈ. ആപ്പിൾ പൈ സ്ലൈസ് ആൻഡ് ദിസ് ചോക്ലേറ്റ് ക്രീം ട്രഫിൾ. ഇനിയിപ്പോ നമ്മൾ എന്തായാലും വരും കേട്ടോ, ഡച്ച് ആപ്പിൾ ടാർട്ട്. പക്ഷെ ഇത്രയും ഓപ്ഷൻസ് ഞാൻ ഇവിടെ കൊച്ചിയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഫ്രഞ്ച് ടോസ്റ്റ് ഒന്നും ഇല്ല. ഈവൻ ഇൻ എബ്രോഡ് ഓൾസോ. റാസ്ബെറി കേക്ക് ഒക്കെ, ക്യാരറ്റ് കേക്ക് ഉണ്ട്, ബനാന ചോക്ലേറ്റ് ഉണ്ട്, എന്താ റൂബി റാസ്ബെറി കപ്പ് കേക്ക്, ഓവർലോഡ് ചോക്ലേറ്റ് കപ്പ് കേക്ക്. Wow, this is Dutch almond. What is it? Butter cocoa. അതൊരു കുക്കിയാ, ആംസ്റ്റർഡാമിന്റെ ഡച്ച്. ഇതൊക്കെ ഓർഡർ ചെയ്യാം. എനിക്ക് എല്ലാത്തിനും ഓരോന്ന് വേണം. അതെ, അപ്പൊ അതെന്ത് ചെയ്യും? പാക്ക് ചെയ്തോണ്ട് പോയാലോ? കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തെടുക്കാം. ഒരു യൂറോപ്യൻ ഫീല്. അതെ, അല്ലെങ്കിൽ പറഞ്ഞ മിക്ക സ്ഥലവും മോശമായിരിക്കും. എന്തായാലും ജെഫറിനെ പോലെ വരത്തില്ലോ. പറഞ്ഞ 2 സിനിമയ്ക്ക് ഞാൻ പോയി, കട്ടപ്പടം. എന്നിട്ട് ചിരിച്ചു മരിക്കും പ്രിയ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇടക്കിടക്ക് നോക്കുക എവിടെ ചിരിക്കണ്ടെന്ന്. എന്നിട്ട് ജെഫറിന് എന്തൊരു ചിരി, വളിപ്പ് കണ്ടിട്ട് ചിരിക്കാന്ന്. ഒന്ന് മറ്റേ സൂഫ്രം എന്താ സോ, പിന്നെ ഒന്ന് സ്ത്രീ 2. ഞാൻ പറഞ്ഞു ഇനി മേലെ എന്തെങ്കിലും സിനിമ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫുഡ് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഇവിടെ ഒരു റിവാർഡ് കാർഡും തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് പഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒരു ഫ്രീ ഡ്രിങ്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഓർഡർ ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ഒരു സാധനത്തിന്റെ പേര് മാത്രമേ പ്രിയക്ക് അറിയാൻ പറ്റുള്ളൂ. അതാണ് ക്യാരറ്റ് കേക്ക്. ബാക്കി ഒന്നും അറിയില്ല കേട്ടാ, എനിക്കും അറിയില്ല. ക്യാരറ്റ് കേക്ക് അറിയാം, ഹോട്ട് ചോക്ലേറ്റ്. ക്യാരറ്റ് കേക്ക്, ഹോട്ട് ചോക്ലേറ്റ്. ഇത് മസ്റ്റേർഡ്, മറ്റേ ചീസ് മസ്റ്റേർഡ് റോള്. ഇത് സാധാരണ സോസേജ് റോള്. പിന്നെയുള്ള സാധനങ്ങളൊന്നും എനിക്കും അറിയില്ല. പിന്നെ എന്തൊക്കെയോ ഡച്ച് പേര് പറഞ്ഞു. ഇത് സ്ട്രോബെറി, ഇതിന്റെ മേലെ ഇരിക്കുന്നത് സ്ട്രോബെറി ആണെന്ന് എനിക്കറിയാം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയട്ടെ ആദ്യമേ. അപ്പൊ ആദ്യമേ ഞാൻ കോൾഡ് കോഫി തന്നെ നോക്കട്ടെ. എന്റെ സജഷൻ ആണ് ഈ സ്ഥലം നല്ലതാണെന്ന് പറയോ അങ്ങ്. ഒന്ന് വരാനൊരു മടി. കോൾഡ് കോഫി നല്ല കേട്ടോ. എനിക്ക് ഈ ഷേക്ക് ഫ്രാപ്പി അല്ല, പ്ലെയിൻ കോൾഡ് കോഫി ഭയങ്കര ഇഷ്ടമാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫിൽട്ടർ ഗ്ലാസ്സിലൊക്കെ കിട്ടുന്ന ഒരു ഗ്ലാസ് പോലെ ഉണ്ട്. നല്ലതാ, നോർമൽ കേട്ടോ, എക്സ്ട്രാordinary ഒന്നല്ല, നോർമൽ. പക്ഷെ നമ്മുടെ ഇത് നോക്കട്ടെ, എനിക്ക് ഇതാണെന്ന് ട്രൈ ചെയ്യേണ്ടത്. ഹണി മസ്റ്റേർഡ് സോസേജ് റോൾ. ഹണി ആണോ അത്? മുകളിൽ ചിലപ്പോൾ ബ്രെഡിലായിരിക്കും.
നൈസ്. പക്ഷേ ഫ്രഞ്ച് ടോസ്റ്റിലെ സോസേജ് റോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ആണോ? ഇറ്റ്സ് ബെറ്റർ സോഫ്റ്റ്. കൂടുതൽ ഫ്ലേവർ ഉണ്ട്. അതെവിടെയാ? എനിക്കിതിൽ സത്യം പറഞ്ഞാൽ ഹണിയും മസ്റ്റർഡ് ഫ്ലേവർ ഇല്ല. ഇല്ലേ? ഇല്ലേ? അപ്പൊ എന്താ ഹണി എവിടെയാ? ചിലപ്പോ അത് ആ പീസ് കഴിച്ചിട്ടുണ്ടാവില്ല ഹണി ഉള്ളത്. ഇത് കഴിച്ചു നോക്ക്. കഴിച്ച് അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ ജാസ്തിയാ കഴിക്കും. എന്നാലും അല്ല, ഇത് ചീസാ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. എന്തായി? വലിയ വികാരമൊന്നും ഇല്ലല്ലോ. കുറച്ച് ക്വാളിറ്റി ഉണ്ട്, ബ്രെഡിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അല്ല, ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ചീസാണ് ഈ കാണുന്ന കുത്ത് നമ്മൾ വിചാരിക്കുന്ന മറ്റേ ചീസ് പുൾ അതൊന്നും ഇല്ല. അല്ല, ഇത് ഞാൻ പറഞ്ഞ ആ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ആണ് ഇത് തന്നിരിക്കുന്നത്. പക്ഷെ ഇതിൽ കുറച്ചും കൂടെ ഒരു മസ്റ്റേർഡിന്റെയും ഹണിയുടെയും ഫ്ലേവർ വേണം. പക്ഷെ എനിക്കത് കിട്ടിയില്ല. ബ്രെഡ്സ് ആർ റിയലി ഗുഡ്. പക്ഷെ ഹോട്ട് ചോക്ലേറ്റ് കുഴപ്പമില്ല കേട്ടോ, കുറ്റം പറയാനില്ല. കൊക്കോട്രീയുടെ അത്രയും വരില്ല. കൊക്കോട്രീയുടെ അത് മറ്റേ എന്താ പറയാ, ഹോട്ട് ചോക്ലേറ്റ് കാര്യം ഞാൻ പറയാം. കിടിലൻ ഹോട്ട് ചോക്ലേറ്റ്. ഈ പ്രിയക്ക് ഇപ്പൊ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യില്ലേ, എന്നിട്ട് കോരി കുടിക്കില്ലേ, അതാണ് പ്രിയക്ക് ഹോട്ട് ചോക്ലേറ്റ്. ദാറ്റ് ഇസ് ഐ ഡോണ്ട് കോൾ ദാറ്റ് ആസ് ഹോട്ട് ചോക്ലേറ്റ്. അതൊരു മെൽറ്റഡ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ചോക്ലേറ്റ് ആണ്. അത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കുടിക്കുന്ന സാധനം. ഇന്റൻസ് ചോക്ലേറ്റ് ഫ്ലേവർ വേണം, പക്ഷെ കുടിക്കുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു പ്രോപ്പർ യു ക്യാൻ സ്മെൽ ദ കൊക്കോ ഓൾസോ. പൊടിയല്ല കേട്ടോ, പ്രോപ്പർ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത്. better than Starbucks anyways. മച്ച് ബെറ്റർ. ആൻഡ് മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് കുടിക്കാനുള്ളത്. അത്രയും ഞാൻ പറഞ്ഞ മറ്റേ കൂരി കുടിക്കാനാണെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ ബെറ്റർ. പക്ഷെ അല്ലെങ്കിൽ ദിസ് ഇസ് റിയലി നൈസ്. ഫ്രഞ്ച് ടോസ്റ്റ് അല്ല കേട്ടോ, കൊക്കോട്രീയിൽ ആ 325 റുപ്പീസിന്റെ ഒരു ഹോട്ട് ചോക്ലേറ്റ് അത് ലിമിറ്റഡ് എഡിഷനാ, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അതൊരു സംഭവം. ഒന്നും കൂടെ കുടിക്കണം. ഇനി ഇവർ പ്രിയയുടെ അടുത്തത് എന്താ? ബനാന കേക്ക്. ബനാനയാ? അല്ല, ഇത് ബനാന കേക്കാ. ക്യാരറ്റ് കേക്ക് ആണോ? ഉറപ്പാണോ? കഴിക്കുമ്പോഴേ എന്റെ മകൻ ദില്ലുന്റെ മുഖത്ത് ഈ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോ ടീച്ചർ വിളിക്കൂലേ, ഇന്ന ആൾക്ക് ഇത്ര മാർക്ക്, ആ ഒരു ടെൻഷൻ. സെക്കൻഡ് പീസ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അറിയാൻ ടേസ്റ്റ്. ആ മാർക്ക് എത്രയാന്ന് അറിയാൻ ആ മുഖത്തെ ടെൻഷൻ. സമാധാനം ജയിച്ചു. ആക്ച്വലി ഭയങ്കര നല്ലതാ. മോയിസ്റ്റ് ആണ്, ഫ്ലേവർഫുൾ ആണ്, ലോട്ട് ഓഫ് നട്ട്സ്, റേസിൻസ് എല്ലാം ഉണ്ട്. ഇറ്റ്സ് വെരി നൈസ്. ശരിക്കും ഒരു യൂറോപ്യൻ ടച്ച് ആട്ടാ. സോ ഇറ്റ്സ് നോട്ട് വെരി സ്വീറ്റ്. മനസ്സിലായി? യൂറോപ്പിലൊക്കെ കിട്ടുന്ന പോലെ ഭയങ്കര ഒത്തന്റിക് ആണ് ഇവരുടെ സംഭവങ്ങൾ. പറയാലോ, ദില്ലു പറയുന്ന മാതിരി അത്ര എക്സ്പ്ലനേഷൻ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ടേസ്റ്റ് കിട്ടിയാൽ മതി. പക്ഷെ ഇതൊക്കെ പ്രിയക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഫ്ലേവേഴ്സ് ആണ്. എനിക്ക് ഇച്ചിരി ഉപ്പും മുളകും മധുരമൊക്കെ ഇതിന്റെ പ്രശ്നം ഇത് ഡ്രൈ ആയാലാണ് ഒട്ടും കൊള്ളാതെ. പക്ഷെ മസാല ഫ്ലേവറോ മണമോ വരുന്നുണ്ടല്ലോ. അത് മറ്റേ സിനിമണും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ്. പ്രിയയുടെ ഈ സംഭവം അടുത്ത പരീക്ഷയുടെ റിസൾട്ട് പക്ഷെ കിട്ടി. കണ്ടാ ഫുഡ് വിട്ടു പോവില്ല, താഴെ പോവില്ല. ബട്ടർ ക്രീം ഫ്ലവർ സ്ട്രോബെറി ഒരു ഓൾ. ഈ പണ്ട് പവർ പഫ് ഗേൾസ് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അപ്പൊ പവർ പഫ് ഗേൾസ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഷുഗർ സ്പൈസ് ആൻഡ് എവറിത്തിങ് നൈസ് എന്നെങ്ങാണ്ട് പറഞ്ഞൊരു റെസിപ്പി ആയിരുന്നു. ആ ഒരു തിങ് അത് തന്നെ. ഇറ്റ്സ് ജസ്റ്റ് എവറിത്തിങ് നൈസ്. ഇറ്റ്സ് റിയലി ഗുഡ്. സ്റ്റാൻഡ് ഔട്ട്. ക്രീമിന്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ. മസ്റ്റ് ട്രൈ അത്. എവിടെയെങ്കിലും കടിച്ചോ, വായിക്കാത്ത പോയാ മതി. അതല്ല, സ്ട്രോബെറിയുടെ മേലെ അതിന്റെ ജോയിൻ ചെയ്ത് കടിക്കണോ, സ്ട്രോബെറി ഇല്ലാത്ത സ്ഥലത്ത് കടിക്കണോ? ശരിക്കും സ്ട്രോബെറി ഉള്ള കടിക്കണ്ട, പക്ഷെ അത്രയും കഴിക്കാൻ പറ്റില്ലെങ്കിൽ അറ്റൊന്ന് കടിച്ചോ, ആ ഫ്ലേവർ കിട്ടും. അവസാനം ഇതെല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞ് എന്റെ കൈ വീഴുന്നുണ്ട്. കണ്ടാ ഇതൊരു സംഭവം. ഉമ്മാനാണോ പ്രിയ സെലക്ട് ചെയ്തത്?
എന്തും നല്ലതാവാത്തത് അല്ലേ? റോൾസ് മോശമല്ല, ഇറ്റ്സ് ഡസന്റ് കം അപ്പ് ടു ദ ഹൈപ്പ്. പക്ഷെ ഡിസേർട്ട്സ് വേറെ ലെവലാണ് അല്ലേ? രണ്ടാമത്തെ ബൈറ്റ് തീരും. സോ ഇത് നോക്കട്ടെ എന്താന്ന്. ഹൗസ് ഇറ്റ്? ഓൾമോസ്റ്റ് ഒരു മാഷ്മെലോയി കൈൻഡ് ഓഫ് ഈ ഒരു ഇതാണ്. ടെക്സ്ചർ. ആ, അതിന്റെ അകത്തുള്ള ക്രീം ബട്ടറിന്റെ വെച്ച് എന്തോ ചോക്ലേറ്റ് അല്ല, ചോക്ലേറ്റ് അറ്റം മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് യൂസ് അല്ലാത്ത ഫ്ലേവേഴ്സ് ആട്ടോ. അത് അത്ര സ്വീറ്റ് ആയിരിക്കില്ല അല്ലേ? ഇത് കുറച്ച് ഡ്രൈ ആണോ? പ്ലെയിൻ ആണോ? എന്തായാലും ജെഫ്രിന്റെ സിനിമ റെക്കമെൻഡേഷനെ കാട്ടി ബെറ്റർ ആണ് പ്രിയയുടെ ഫുഡിന്റെ റെക്കമെൻഡേഷൻ. ഇത് എനിക്ക് കഴിച്ചിട്ട് 2 സാധനം ഔട്ട്സ്റ്റാൻഡിംഗ് ആയി തോന്നിയുള്ളൂ. ദാറ്റ് സ്ട്രോബെറി വാസ് ഗുഡ്, ഹോട്ട് ചോക്ലേറ്റ് വാസ് ഗുഡ്, ദിസ് തിങ് ഇസ് റിയലി ഗുഡ്. ഇത് കുറച്ച് ഡ്രൈഡ് ആയിട്ട് മാത്രം തോന്നി. ആൻഡ് മറ്റേ ക്യാരറ്റ് കേക്കാ, ദാറ്റ് വാസ് ഓൾസോ റിയലി നൈസ്. സോ ഓവറോൾ മറ്റേ റോള് മാത്രമേ ഉള്ളൂ. ഈവൻ കോൾഡ് കോഫി അത്രയും പോരാ, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കൊന്നും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. എസ്പെഷ്യലി ആംബിയൻസ്, സ്റ്റാഫ് ഇസ് അമേസിങ്. നല്ല പ്രിയയുടെ സെലക്ഷൻ നല്ലതാണ്. സെലക്ഷൻ നല്ലതേ ആവുള്ളൂ. ഡിന്നറും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അത് അകത്തെ ക്രീമിനൊക്കെ നല്ല സ്വീറ്റാ. ഒന്നില്ലെങ്കിൽ ഭയങ്കര മധുരം, അല്ലെങ്കിൽ ചിലത് ഒട്ടും മധുരമില്ല. എക്സ്ട്രീംസ് രണ്ടും നല്ല ഫ്ലേവർ ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം, ഒരു കഴിക്കാത്ത ഫ്ലേവേഴ്സ് കിട്ടുന്ന ഒരു സ്ഥലം. കഴിക്കാൻ അല്ല വേറെ എവിടെയും കിട്ടാത്ത. എനിക്കത് ഇവിടെ ക്രോസോണ്ട് ഇല്ലേ, ആൽമണ്ട് ക്രോസോണ്ട്, അതാണ് നമ്പർ 1. പക്ഷെ നമ്മളത് എടുക്കാത്തത്. ഇറ്റ്സ് വെരി ബിഗ് ഡിന്നർ. ഇപ്പൊ ഉണ്ടല്ലോ, ഈ ഷോപ്പ് തുടങ്ങിയപ്പോ തൊട്ട് ഈ പിള്ളേരെ പിടുത്തക്കാര് പോലെ ഏതെങ്കിലും നല്ല ബ്രാൻഡ്സ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രിയ അങ്ങോട്ട് ഓടും ഒരു ഹാപ്പി സ്റ്റോറിലേക്ക് വരാൻ. എനിക്ക് നമ്മുടെ ഹാപ്പി സ്റ്റോറിൽ എല്ലാം ദി ബെസ്റ്റ് ആയിരിക്കണം എന്നാണ് അല്ലേ? അത് ബാങ്ക് ഓഫ് ഫാഷൻ മാത്രമല്ല, എനിക്ക് എന്റെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ളവരുടെ ബ്രാൻഡ്സിനും ദി ബെസ്റ്റ് ബ്രാൻഡ്സ് ആയിരിക്കണം. വരുന്ന കസ്റ്റമേഴ്സ്, നമ്മളെ വിശ്വസിച്ചല്ലേ കസ്റ്റമേഴ്സ് വരുന്നത്. അതും എബ്രോഡ് നിന്നൊക്കെ വരുന്ന ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് നല്ല ഓപ്ഷൻസ് നമ്മൾ കൊടുക്കണം അല്ലേ? മലപ്പുറം, കാലിക്കറ്റ്, ട്രിവാൻഡ്രം എവിടെ നിന്നൊക്കെ വരുന്നു. അതെ, അതുകൊണ്ട് ഞാൻ ഓടി പിള്ളേരെ പിടുത്തോ നല്ല ബ്രാൻഡിനെ കണ്ട് അപ്പ ഓടും. ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓടും. വേദു അപ്പയുടെ സ്പ്രേയുടെ മണം എങ്ങനെയുണ്ടായിരുന്നു? അപ്പ ചോദിച്ചപ്പോ എന്താ അപ്പ ചോദിച്ചേ? എന്താ ഒച്ചത്തി പറ. സ്പ്രേയുടെ മണം കൊണ്ട് കൊറേ ഗേൾ ഫ്രണ്ട്സ് കിട്ടുന്നത്, കൊറേ കിട്ടുന്നു. അപ്പക്ക് കിട്ടില്ലേ വേദി മണം കൊണ്ട്? ആ, അതാണ് കൊണ്ട് നല്ല മണം. കണ്ടാ ഞാൻ പറഞ്ഞ സ്ഥലത്തിന്റെ തിരക്ക് നോക്കുക നോക്ക്. ഞാൻ ഇന്റർനെറ്റിൽ കണ്ടിട്ടുണ്ട് ഈ സ്ഥലം. പാർക്കിംഗ് ഫുള്ള് 40 മിനിറ്റ്സ് എടുക്കും. എനിക്കും പോണം എന്ന് ആഗ്രഹമുള്ള സ്ഥലമായിരുന്നു. എനിക്കൊന്ന് പോക്ക് റിബ്സും ബീഫ് ബ്രിസ്ക്കറ്റും ഒക്കെ കിട്ടുന്നായിരുന്നു. നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. ഞാൻ വേണമെങ്കിൽ പോയി നോക്കാം. നോക്കിട്ട് വാ. അതിന് ഫ്രൈഡേയും കൂടി അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും തിരക്കും ഈ ബാബയ്ക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് നല്ല വിശപ്പും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല കയറാൻ പറ്റുന്നു. നോക്കാം, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നോക്കിട്ട് പോവാം. അതെ, അവരകത്ത് പോലും കേറ്റുന്നില്ല, അത്രയും തിരക്ക്. ഫോറിനേഴ്സ് ഒക്കെ വെയിറ്റിംഗ് ആ. അകത്ത് കയറ്റാൻ ക്ലോസിംഗ് ആയിന്ന്. ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 o'clock വരെ ഉണ്ട്. പക്ഷെ തിരക്ക് എടുക്കുന്നില്ല. ഈ ഭയങ്കര വൈബ് കേട്ടാ കണ്ടിട്ട്. ഒരു ഹാർഡ് റോക്ക് കഫേ അങ്ങനത്തെ ഒക്കെ ഒരു ഫീല്. പിന്നെ എപ്പോഴെങ്കിലും വരാം. ഇപ്പൊ വീട്ടിൽ പോവാം. അത് തന്നെ, അന്ന് വന്ന് ഫുഡ് കിട്ടാത്ത സ്ഥലത്ത് തന്നെ പ്രിയനെ വീണ്ടും കൊണ്ടുവന്നു. ഇന്നത്തെ ഫുൾ പ്രിയയുടെ സെലക്ഷനാണ്. ഞാൻ ഒന്നും സജസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഇനി ഇവിടെ സ്ഥലം കിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. കൊച്ചിയിൽ ഇപ്പോൾ ഫുഡിൻ്റെ സ്ഥലങ്ങളുണ്ടല്ലോ, നല്ലതാണെങ്കിൽ വെയിറ്റിംഗ് ആണ്. നമ്മുടെ തായ്ലൻഡ് പോലെയൊക്കെ ആയി വരുക. സോ അതെ, എൻ്റെ ഡിഷ് വന്നിട്ടുണ്ട്. ടെൻഡർലോയിൻ സ്റ്റേക്ക്, 2 ഓണിയൻ റിങ്സ്, കുറച്ച് പൊട്ടേറ്റോസ്. ലുക്സ് വെരി ക്ലാസി. ഞാൻ മീഡിയ പറഞ്ഞത്, അത്യാവശ്യം റെഡിഷ് ആയിട്ട് നിൽക്കുന്നത്. നല്ല അല്ലെങ്കിൽ പ്രിയക്കാണ് ബ്ലെയിം. ഓക്കെ, സോ സ്റ്റേക്ക്, സം മഷ്റൂം സോസ് എന്തൊക്കെയുണ്ട്. ലുക്സ് നൈസ്. കണ്ടിട്ട് ലുക്സ് ചെറിയ പോർഷൻ ആണ്. നൈസ്.
Steak is good. The sauce ആണ് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് 4 വായിക്കുള്ളതേ ഉള്ളൂ. വീട്ടിൽ പോയി ചോറ് കഴിക്കണേ. പ്രിയയുടെ ഭയങ്കര പ്രസന്റേഷൻ ആണല്ലോ. ലുക്ക് റൈസ് കണ്ടില്ലല്ലോ. റൈസ് ഒന്നുമില്ല. റൈസ് ഉണ്ടെന്ന് ഇല്ലേ? ഇല്ല, പ്രോട്ടീൻ മാത്രം കഴിച്ചത്. ഉച്ചയ്ക്ക് കുറെ ക്യാബേജും ചോറും അല്ലേ കഴിച്ച. ഇത് രാത്രിത്തേക്ക് സെറ്റ് ആണ്. ലുക്സ് നൈസ്. ഐ തിങ്ക് ഇറ്റ് ബി വെരി ഫ്ലേവർഫുൾ. ഈ സോസ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് കണ്ടിട്ട് നല്ല രസമുണ്ട്. വാൾനട്ട് ഇത് ഒരു മിന്റ് മയോ വിനേഗർ, ഇത് 3 ഉള്ള ഒരു ടൈപ്പ് ഫ്ലേവർ ആണ്. ഇതിന്റെ സോസും സ്റ്റേക്കിന്റെ സോസും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇതെന്താവും? ഇത് വെറുതെ ഫ്രൈഡ് എന്തെങ്കിലും ആയിരിക്കും. റെക്കമെൻഡ് ചെയ്തുകൊണ്ട് പ്രിയ സെലക്ഷൻസ് ആയതുകൊണ്ട് അടിപൊളി ഫുഡ് അത് പറയണ്ട. ആണോ? സാധാരണ ഗ്രിൽ ചിക്കന്റെ ഫ്ലേവർ ആണ് ഭയങ്കര പ്രശ്നം. അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കും. ഇത് കണ്ടിട്ട് അത്രയും ഡ്രൈ ഒന്നും ആയിട്ടില്ല. The sauce is really good. Very nice. ഇന്നത്തെ ഡേ സക്സസ്ഫുൾ. ഇനി എല്ലാ വ്ളോഗും പ്രിയ പ്ലാൻ ചെയ്യും. ഇനി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് പോയാൽ ഇനി പ്രിയ വ്ളോഗ് പ്ലാൻ ചെയ്താൽ മതി. കുറച്ച് നാളത്തെ ഞാൻ ബ്രേക്ക് എടുക്കും. എവിടെ കഴിക്കണം, എനിക്ക് വ്ളോഗ് ചെയ്യണം. ഓക്കെ. ഹായ്. സോ അങ്ങനെ ഡിന്നർ എല്ലാം കഴിഞ്ഞു. ഇതായിരുന്നു മൈ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവരും എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഐ എം ഫീലിംഗ് മച്ച് ബെറ്റർ നൗ. യോഗയും എക്സസൈസും സ്പായൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. റിലാക്സ്ഡ് ആയിട്ട് റിലാക്സേഷന് വേണ്ടിയിട്ട്. എല്ലാവരും താങ്ക് യു ഫോർ യുവർ പ്രേയേഴ്സ് ആൻഡ് ലവ്. ഇറ്റ് മീൻസ് എ ലോട്ട് ആൻഡ് ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വ്ളോഗ്. ഇനിയും ഇങ്ങനത്തെ എൻ്റെ രീതിയിലുള്ള വ്ളോഗ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ കൂടുതൽ അങ്ങനെ ചെയ്യാറില്ല, വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് എല്ലാ ദിവസവും ഒരുപോലെ അല്ല. അതുകൊണ്ടിട്ട് സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും നമ്മൾ മുന്നോട്ടേക്ക് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു ഫ്രീ ആയിട്ടുള്ള ദിവസം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ see you, stay healthy, stay happy, bye.